ഇവിടെ എന്തോ പരിപാടി? വെയിൽ വന്നതല്ലേ, ഒരാഴ്ചക്ക് ശേഷം വെയിൽ കണ്ടപ്പോഴത്തേക്കും ഇരുന്ന സന്തോഷം വിറ്റാമിൻ ഡി കയറാൻ വേണ്ടിയിട്ടിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് സൂര്യനെ കണ്ടപ്പോഴത്തേക്കുള്ളൊരു സന്തോഷം ഞങ്ങളങ്ങ് ആസ്വദിക്കുകയാണ്. മഴയും മഞ്ഞും കൂടിയിട്ടേ എനർജിയൊക്കെ പോയി തുടങ്ങിയാണ്. അപ്പോൾ എനർജി കിട്ടാൻ വേണ്ടി വന്നിട്ട് തണുപ്പ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും തുണികളും തലേണയും പുതപ്പും ഒക്കെ ഭയങ്കരമായിട്ടങ്ങ് മരച്ചിരിക്കുന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നേ. അപ്പം വെയിൽ കണ്ടപ്പോഴത്തേക്കും വേഗം വെളിയിൽ കൊണ്ടിട്ടതാണ്. പിന്നെ ഇന്നലെ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഒരു പുതിയ കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇതായി കാണുന്നത്. നമ്മുടെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ പരുന്തുംപാറ കാണാമെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഈ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ഭാഗം കണ്ടിട്ടില്ല. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. ഇന്നാണൊന്ന് തെളിഞ്ഞ് അവിടെ ഒന്ന് കാണുന്നത്. നാളത്തേക്ക് അയക്കാനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പണികളൊക്കെ രാവിലെ തന്നെ തുടങ്ങി. തേങ്ങാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൂസ് എന്നോടൊന്ന് പിണങ്ങിയിട്ട് വാതിക്കൽ പോയി നിൽക്കുക കേട്ടോ. എത്ര വിളിച്ചിട്ടും വരുന്നില്ല. ഇങ്ങോട്ട് വരാന്. അജയേട്ടനാണെങ്കിൽ പുതിയ വീഡിയോ രാവിലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലിരിക്കുകയാണ്. എഡിറ്റിംഗ്. അജയൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, കാര്യം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം ഗായ്സ്. എന്തിനാണ് സാർ പിണങ്ങിയത് പറയാമോ? എക്സ്ക്യൂസ് മീ, ഒന്ന് മിണ്ടാവോ? എന്തിനാ പിണങ്ങിയേ? ചിരി വരുത്തോട്ട് ഗായ്സ്. കുഞ്ഞൂസ് തന്നെ വീഡിയോ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കാത്തതിൻ്റെ പിണക്കമായിരുന്നു കണ്ടത്. അതുകൊണ്ട് അവൾ തന്നെ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പണി ചെയ്യുന്നതും അജയൻ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അവൾ തന്നെ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി. തേങ്ങാ ചമ്മന്തിയുടെ ഓർഡർ വരുന്ന ദിവസം ഇതുപോലെ പാല് പിഴിഞ്ഞ് മാറ്റിയിട്ട് നമ്മളത് എണ്ണ കാച്ചി വെക്കാറുണ്ട്. വിൽക്കാൻ മാത്രം ഒന്നും തികയത്തില്ല കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എണ്ണയ്ക്ക്, പക്ഷേ അത്രമാത്രം കാണത്തില്ല നമ്മൾ. കാരണം ഓർഡർ വരുന്നതിനനുസരിച്ച് കുറേശ്ശെയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത്രയും ദിവസം ചെടിക്ക് വെള്ളം ഒഴിക്കണ്ടായിരുന്നു, മഴയായതുകൊണ്ട്. ഇന്ന് വെയിൽ കണ്ടപ്പോഴത്തേക്കും നക്ഷത്രക്കുഞ്ഞ് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് അയക്കാനുള്ള പാഴ്സൽസ് ഒക്കെ കേട്ടോ. ഓണക്കൊട്ട കേരളത്തിന് വെളിയിലേക്കുള്ളതൊക്കെ നേരത്തെ തന്നെ നമ്മൾ അയക്കുകയാണ്. അതെല്ലാമാണ് ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓണക്കുട്ടയുടെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇനിയും കേരളത്തിനകത്ത് ആർക്കെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ പുതിയ ക്രോപ്പ് ഏലക്ക വന്നിട്ടുണ്ട്. ഇപ്പോൾ വിളവെടുത്തതാണ്. നല്ല ഏലക്കയാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. കുറച്ചൊന്ന് വില ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 4000-ലും ഒക്കെ എത്തിയായിരുന്നു, 3500-4000-ലൊക്കെ എത്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഇച്ചിരി കുറവുണ്ട്. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ഏലക്ക സീസണാണെന്ന് അറിയാവുന്നവർ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത് ഏലക്കയാണ്. അതും ഒത്തിരി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇത്തവണ ഏലക്ക. ഇതും വെളിയിലോട്ടുള്ളൊരു പാഴ്സലാണ്. അജയൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളതാണ്. 10-15 കിലോ സാധനങ്ങൾ ഒരുമിച്ച് അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.